നിയമങ്ങളും വിധിവിലക്കുകളും മാത്രമല്ല ഖുർആനിലുള്ളത്. പിന്നെയോ വമസലം മിനല്ലദീന ഖലൗ മിൻ ഖബ്ലികും, വമസലൻ ഉദാഹരണങ്ങളും ഉപമകളുമൊക്കെ ഇതിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെ? മസല്. മസൽ എന്ന് പറഞ്ഞാൽ ഉപമ, ഉദാഹരണം. ആരെക്കുറിച്ച്? മിനല്ലദീന ഖലൗ മിൻ ഖബ്ലികും. ഖലൗ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി എന്നാണ്. ഖല കഴിഞ്ഞുപോയി, ഖലൗ അവർ കഴിഞ്ഞു പോയവരാണ്. അല്ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെക്കുറിച്ചുള്ള ഉപമകളും ഈ ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്, കൃത്യമായി നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താ പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞു പോയ സമുദായങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി ഉപമകളും ഉദാഹരണങ്ങളും സഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ധാരാളം സമൂഹങ്ങളെ കുറിച്ച് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ തന്നെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാരഥന്മാരായ ഒട്ടേറെ പ്രവാചകന്മാർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ചരിത്രങ്ങൾ അള്ളാഹു വിവരിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ വളരെ കൃത്യമായി തന്നെ പറയുകയുണ്ടായി. എന്ത്? ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ വിവരിച്ചു തരുന്നത് എന്തിനു വേണ്ടിയാണ്? ആളുകൾ ചിന്തിക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യർക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഏതിലൊക്കെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഓരോ ചരിത്രങ്ങളിലും കഥകളിലും. മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ ഉപമകളും ചരിത്രങ്ങളും നമുക്ക് വിവരിച്ചു തന്നത് അവരിൽ നല്ലവരായ ആളുകളുടെ ചരിത്രങ്ങളിൽ നിന്ന് നമ്മളും പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഈ അധ്യായത്തിൽ സൂറത്തുൻ നൂറിൽ പ്രത്യേകിച്ചും സൂറത്തുൻ നൂർ പലപ്പോഴും അധാർമികത പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത അരോചകമായി മാറുന്നത് അവരുടേതായ പല ഇംഗിതങ്ങൾക്കും അവരുടേതായ പല തോന്നിവാസങ്ങൾക്കും ഇതിൽ പറയുന്ന വിധിവിലക്കുകൾ വല്ലാതെ അവർക്ക് ബേജാറ് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതിനാൽ തന്നെയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒട്ടേറെ ചരിത്രങ്ങളിൽ ഗതകാല പ്രവാചകന്മാരുടെ അതുപോലെ തന്നെ നല്ല നല്ല മഹാമനുഷ്യന്മാരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാണ് അവരുടെയൊക്കെ ഉപമകളും ഉദാഹരണങ്ങളും ചരിത്രങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നത്? നമ്മുടെ ജീവിതത്തിൽ നല്ല വിശുദ്ധി ഉണ്ടാകുവാൻ. സൂറത്ത് യൂസുഫിൽ വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. വ്യഭിചാരത്തിന് ക്ഷണിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയ വിശുദ്ധി പാലിച്ചുകൊണ്ട് ആ പാപത്തിൽ നിന്ന് മുക്തനാകുവാൻ സാധിച്ച മഹാനായ ഒരു പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാം. അതീവ സുന്ദരനായിരുന്നു ആ പ്രവാചകൻ. ആ പ്രവാചകൻ എത്തിപ്പെട്ടത് ആ രാജ്യം ഭരിക്കുന്ന ഈജിപ്തിൻ്റെ കൊട്ടാരത്തിലെ റാണിയുടെ കൊട്ടാരത്തിലേക്കാണ് എത്തിപ്പെട്ടത്. രാജകൊട്ടാരത്തിലാണ് ആ സുമുഖൻ എത്തിപ്പെട്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് രാജാവിൻ്റെ ഭാര്യ, ആ രാജ്ഞി, ഇദ്ദേഹത്തെ അവിഹിതമായ ബന്ധത്തിലേക്ക് ക്ഷണിക്കുന്ന സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെറുപ്പക്കാരനായ സുമുഖനായ സുന്ദരനായ യൂസുഫ് അലൈഹിസ്സലാമിന് വേണമെങ്കിൽ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തിന്മയിൽ ഏർപ്പെടാമായിരുന്നു. കാരണം സാഹചര്യങ്ങൾ അത്രയ്ക്ക് അനുകൂലമായിരുന്നു. ഇദ്ദേഹമാണെങ്കിൽ നല്ല ചെറുപ്പക്കാരൻ, അരോഗ ദൃഢഗാത്രൻ, വിദേശത്താണ്, ആരും ഇദ്ദേഹത്തെ കാണാനില്ല, തികച്ചും അന്യരാജ്യത്താണ് അദ്ദേഹമുള്ളത്. ആ ഒരു പ്രശ്നമില്ല. പിന്നെ നിയമത്തെ പേടിക്കാനുമില്ല. രാജകൊട്ടാരത്തിൽ എല്ലാവിധത്തിലുള്ള ബന്ധവസ്തോടുകൂടി എല്ലാവിധ സൗകര്യങ്ങളും മുൻകരുതലുകളും സെക്യൂരിറ്റിയുമുണ്ട്. നടപടി ആരെടുക്കാനാണ്? കാരണം രാജദർബാറിൻ്റെ രാജ്ഞിയാണ് തന്നെ തെറ്റിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. കവാടങ്ങൾ കൊട്ടിയടച്ചിട്ടുണ്ട്. ആ അരമന രഹസ്യം പുറത്തേക്ക് ആരും അറിയാൻ പോകുന്നില്ല. അത്രത്തോളം രംഗം വളരെ അനുകൂലമാണ്. എന്നിട്ടും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തിന്മയിൽ നിന്ന് കുതറിയോടി രക്ഷപ്പെട്ട ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് കാരണം? നാളെ മഹ്ശറിൽ കത്തിയാളുന്ന സൂര്യൻ്റെ താഴെ വിയർത്തൊലിച്ചു നിൽക്കുമ്പോൾ റബ്ബിൻ്റെ പ്രത്യേകമായ തണൽ നൽകപ്പെടുന്ന ഈ ഭാഗത്തെ പറഞ്ഞപ്പോൾ ഇസ്ലാം പറഞ്ഞു, ജീവിതത്തിൽ അങ്ങേയറ്റം വിശുദ്ധി പാലിച്ച ആളുകൾ, റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്.
അയാൾക്ക് നാളെ പരലോകത്ത് പ്രത്യേകം തണലുണ്ട്. എന്താണ് അയാളുടെ പ്രത്യേകത? ദഅതുഹു, അയാളെ ക്ഷണിച്ചു. ഇമ്രഅത്തുൻ, ഒരു സ്ത്രീ ക്ഷണിച്ചു. എങ്ങനെയുള്ള പെണ്ണാണ്? ഏതെങ്കിലും ഒരു തെരുവ് വേശ്യയോ മറ്റേതെങ്കിലും വിരൂപിയായൊരു പെണ്ണോ ഒന്നുമല്ല ക്ഷണിച്ചത്. ഇമ്രഅത്തുൻ ദാതു മൻസിബിൻ വ ജമാൽ, നല്ല തറവാടിത്തമുള്ള, അതുപോലെ തന്നെ വലിയ പേരും പ്രശസ്തിയും സൗന്ദര്യവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു പെണ്ണ് തിന്മയിലേക്ക് ക്ഷണിച്ചിട്ട് ഫഖാല ഇന്നി അഖാഫുല്ലാ, ആ തിന്മ ചെയ്യാതെ ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് അള്ളാഹുവിന് ഭയമാണ്. ആരും കാണില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുമല്ലോ. റബ്ബിനെ കുറിച്ചുള്ള ആ ബോധത്തോടുകൂടി തൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച്, ധാർമ്മികമായ തൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചവർക്ക് പരലോക കോടതിയിൽ അത്യുന്നതമായ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അവരുടെ മുൻനിരയിലുണ്ടാകുന്ന നേതാവായിരിക്കും മഹാനായ യൂസുഫ് അലൈഹിസ്സലാം. ആ ചരിത്രം, ജീവിത വിശുദ്ധിയുടെ ആ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നിരിക്കുകയാണ്. വമസലം മിനല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും, അതുപോലെ തന്നെ ദുരാരോപണങ്ങൾക്ക് വിധേയനായില്ലേ പലരും വിധേയരായില്ലേ? മഹദിയായ ഉമ്മ മറിയം ഉമ്മ റളിയല്ലാഹു അൻഹ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാതാവ്. യഹൂദികൾ വ്യംഗ്യമായ അർത്ഥത്തിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ലേ? വ്യഭിചാരിണിയാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലും വ്യഭിചാരിയാണ് എന്ന് അറിയിക്കുന്ന നിലക്കുള്ള കമന്റുകളല്ലേ അവർ മറിയം ബീവിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ, ഏ ഹാറൂനിന്റെ സഹോദരി, നിന്റെ ബാപ്പ ഇങ്ങനെ ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ലല്ലോ, നിന്റെ ഉമ്മയാവട്ടെ ഒരു വഴിവിട്ട ജീവിതം നയിച്ചവളുമായിരുന്നില്ലല്ലോ എന്നേ അവർ പറഞ്ഞുള്ളൂ. പക്ഷെ അത് വ്യക്തമായി പറയുന്നതിനേക്കാളും കടുത്ത പ്രയോഗമാണെന്നറിയാമല്ലോ. പിന്നെ നീ എന്താ ഇങ്ങനെയായി പോയത് എന്ന ചോദ്യം യഹൂദികളുടെ അഭിശപ്തമായ നാക്കുകളിലൂടെ വിശുദ്ധയായ മാതാവിൻ്റെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു. പക്ഷേ ആ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു. ലോകത്തിൻ്റെ മുമ്പിൽ ആ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടുകൊണ്ട് തൊട്ടിലിൽ കിടന്നുകൊണ്ട് കുഞ്ഞു സംസാരിച്ചു. എത്രത്തോളം വലിയ വിശുദ്ധയാണവർ എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കപ്പെട്ടു. ആ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ദുരാരോപണങ്ങൾ കൊണ്ടൊന്നും വിശുദ്ധന്മാരെ തകർക്കാനാവില്ല എന്ന ഏറ്റവും വലിയ ഗുണപാഠം അത് ലോകത്തിന് പ്രദാനം ചെയ്തു. ഈ അധ്യായത്തിൽ സൂറത്തുൻ നൂറിൽ തന്നെ മഹദിയായ നമ്മുടെ ഉമ്മ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യ, നമ്മുടെ ഉമ്മ, വിശ്വാസികളുടെ മുഴുവൻ മാതാവ്, അവരാദരിക്കുന്ന വ്യക്തിത്വത്തെ വ്യഭിചാരോപണം കൊണ്ട് തകർത്ത് കളയാമെന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മനോവീര്യം തകർത്ത് കളയാമെന്ന് ആ അവരുടെ ഉപ്പയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനോവീര്യം തകർത്ത് കളയാമെന്ന് അങ്ങനെയൊക്കെ വ്യാജമായി പ്രചരിപ്പിച്ചാൽ ഇവരൊക്കെ ഇനി ഇസ്ലാമികമായ രംഗത്ത് നിന്ന് ഉൾവലിഞ്ഞുകൊള്ളും, തങ്ങളുടെ എല്ലാം ഇവിടെ നടത്താമെന്ന് കണക്ക് കൂട്ടിയ ശത്രുക്കളുടെ മുമ്പിൽ ഒന്നുമല്ലാതായി പോയില്ലേ അവരൊക്കെ? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിശുദ്ധി തെളിയിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സൂക്തങ്ങൾ ഇറക്കിക്കൊണ്ടാണ് ആ മഹദിയുടെ വിശുദ്ധി പ്രഖ്യാപിച്ചത്. അവരെ താറടിക്കുവാനും അവരുടെ വീര്യം കെടുത്തുവാനും വിചാരിച്ചവരൊക്കെയാണ് നാശമടഞ്ഞിട്ടുള്ളത്. അതും വിശ്വാസികൾക്ക് അവരുടേതായ ജീവിതത്തിൽ എന്നും ഗുണപാഠങ്ങളാണ്. ഇത് ആ നിലക്കുള്ള ഗുണപാഠങ്ങൾ നൽകുന്ന നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവരുടെ ചരിത്രങ്ങളാണെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടം വരെയുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഒരുപാട് ധിക്കാരികൾ ലോകത്ത് കഴിഞ്ഞുപോയ ചരിത്രവും ഖുർആൻ എടുത്തു പറഞ്ഞു. ഒരു ജനത മുക്കി നശിപ്പിക്കപ്പെട്ടത്, ഇടിത്തീയാൽ നശിപ്പിക്കപ്പെട്ടത്, അതുപോലെ തന്നെ കീഴ്മേൽ മറിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടത്, അധാർമികതയുടെ മേഖലകളിൽ സ്വവർഗരതിയിലും വ്യഭിചാരത്തിലുമൊക്കെ കഴിച്ചുകൂട്ടിയിരുന്ന ഒരു സമൂഹത്തെ കീഴ്മേലെടുത്ത് മറിച്ചത്, ശക്തമായ കാറ്റിനാൽ നശിപ്പിക്കപ്പെട്ടത്, പ്രളയത്താൽ നശിപ്പിക്കപ്പെട്ടത്, അതിഘോര ശബ്ദങ്ങളാൽ നശിപ്പിക്കപ്പെട്ടത്, അങ്ങനെ വിവിധങ്ങളായ രൂപത്തിൽ പല ധിക്കാരികളും ലോകം കണ്ട വലിയ സമ്പന്നന്മാരും വലിയവന്മാരെന്ന് അഹങ്കരിച്ച് വിശ്വാസികളെ വേദനിപ്പിച്ച് വിശ്വാസികൾക്കെതിരെ കരുക്കൾ നീക്കി ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞ് നിഷ്കരുണം കൊന്നുകളഞ്ഞ് ജീവിക്കാൻ അനുവദിക്കാതെ ജീവിക്കുന്നവരെ പോലും ജീവച്ചവങ്ങളെപ്പോലെ അടിമപ്പണി എടുപ്പിച്ചിട്ടൊക്കെ പലവിധത്തിലുള്ള തോന്നിവാസങ്ങളും
ഏകാധിപത്യങ്ങളും നടത്തിയ ഫറോവയെ പോലെയുള്ള ആ രൂപത്തിലുള്ള രാജാക്കന്മാർ, അവരുടെയൊക്കെ അവസ്ഥകൾ എന്തായി നാ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്? അവരുടെയൊക്കെ അന്ത്യം വളരെ ഹീനമായിരുന്നു, നിന്ദ്യമായിരുന്നു. അവരൊക്കെ പരാജയപ്പെട്ടു. അങ്ങനെയുള്ള സമൂഹങ്ങൾ തകർത്തെറിയപ്പെട്ടു. അതൊക്കെ ദൈവികമായ പ്രത്യേകമായ ഇടപെടലുകളായിരുന്നു. അതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഖുർആനിൽ അതും പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്തിന്? ലോകം പാഠം ഉൾക്കൊള്ളാൻ. ധിക്കാരികൾക്കും ഉണ്ടാകും, ഏത് ധിക്കാരികൾക്കും ഉണ്ടാകും ഒരു പര്യവസാനം. എന്നാൽ എപ്പോഴും സൂക്ഷ്മതയോടെ ജീവിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന, ശാന്തിയും സൗഹാർദ്ദവും ആഗ്രഹിക്കുന്നവർക്കായിരിക്കും എന്നും വിജയമുണ്ടാവുക എന്ന ഏറ്റവും ശക്തമായ ഗുണപാഠം ലോകത്തെ പഠിപ്പിക്കുവാൻ തന്നെയാണ് വലഖദ് അൻസൽനാ ഇലൈക്കും ആയാത്തിൻ മുബയ്യിനാത്തിൻ വമസലം മിനല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ഉപമകളും വിശുദ്ധ ഖുർആനിലുണ്ട്. വിശ്വാസികൾ അതിൽ നിന്ന് നന്മയുടേതായ പാഠങ്ങൾ കേട്ട് നന്മയുടെ വക്താക്കളാവണം. തിന്മയുടെ കാര്യങ്ങൾ കേട്ട് അവർക്ക് സംഭവിച്ച ദുര്യോഗങ്ങൾ ഓർത്ത് ആ തിന്മകളിൽ പെടാതെ ജാഗ്രതയുള്ളവരായി തീരണം. ഇതിനും വിശുദ്ധ ഖുർആൻ ഈ കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ ഉപമാരൂപത്തിലും അല്ലാതെയും ഒക്കെ വിവരിച്ചു തന്നിട്ടുണ്ട്.